നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ട്രാവലിംഗ് വ്ളോഗ് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഇന്നൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്കാണ് പോയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗറീഷ്യസിലെ ലാ വാനിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോക്കഡൈൽ പാർക്കിലേക്കാണ് കേട്ടോ. ക്രോക്കഡൈൽ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ മെയിൻ എന്താണെന്നുള്ളത്. അത് തന്നെ നമ്മുടെ ഇവിടെ മൗറീഷ്യസിൽ കൂടുതലായിട്ട് നമുക്ക് ക്രോക്കഡൈൽ കാണാൻ പറ്റുന്നത് ഈ ഒരു പാർക്കിലാണ് കേട്ടോ. അതേപോലെ തന്നെ മൗറീഷ്യസിൽ നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇവിടുത്തെ വലിയ വലിയ ആമകൾ. നമ്മുടെ നാട് പോലെയല്ല, ഇവിടെ ഭയങ്കര വലുപ്പമുള്ള ആമകളാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ എന്താണ് ഈ ക്രോക്കഡൈൽ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ വീഡിയോ കൂടെ കാണാം. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 405 രൂപയാണ് കേട്ടോ. അത് പെർമിറ്റ് ഉള്ളവർക്കാണ് 405. ഇനി ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് ഏകദേശം ഒരു 1000 രൂപേൻ്റെ ഉള്ളിലുണ്ടാകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയിട്ടോ. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഇതേപോലത്തെ ഒരു എൻട്രൻസ് ആണുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു മാനിനെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിന് തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ മേലെ മരുന്നൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പം ഇദ്ദേഹത്തെയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇയാളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് അതിൻ്റെ മേലെ കണ്ടിട്ടുണ്ടായിരുന്നത് നിറയെ ചാമ്പക്ക, നല്ല ചുവന്ന് തുടുത്തിട്ടുള്ള നല്ല കുറേ ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കയ്യെത്തുന്ന ദൂരത്തായിരുന്നെങ്കിൽ ഞങ്ങൾ പറിച്ചേനെ, പക്ഷെ കയ്യെത്തുന്ന ദൂരത്തല്ല, പോരാത്തത് ഇത് കൂടും. പിന്നെ നമ്മുടെ ആ ഒരു ചുറ്റിലൊക്കെ മതിലൊക്കെ കെട്ടി വെച്ചുകൊണ്ട് നമുക്കത് എത്തുന്നുണ്ടായിരുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ കഴിച്ചേനെ കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പല ഇനത്തിൽപ്പെട്ടിട്ടുള്ള മുതലകളുണ്ട്, അതേപോലെ പല ഇനത്തിലുള്ള ആമകളുണ്ട്, സൈസിലുള്ളതുണ്ട്, വയസ്സിലുള്ളത്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ആമയും മുതലയും കൂടാതെ തന്നെ അല്ലാതെയും ചെറിയ ചെറിയ ആനിമൽസ് വേറെയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മ്യൂസിയം ഉണ്ട്. കാരണം ഇവിടുത്തെ ദേശീയ പക്ഷിയാണ് ഡോഡോ പക്ഷി. ആ ഡോഡോ പക്ഷിയൊക്കെ ഇപ്പോൾ വംശനാശം സംഭവിച്ച് ഇപ്പോൾ ഇല്ല മൗറീഷ്യസിൽ. അപ്പം അതിൻ്റെയും കുറേ മ്യൂസിയം ഉണ്ട്. പിന്നെ അല്ലാതെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ പല വെറൈറ്റി മുതലകളാണ് കേട്ടോ, പല ഇനത്തിൽപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു മ്യൂസിയത്തിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനുകളുടെ എല്ല്, മുള്ള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ കുറേയൊക്കെ ഒറിജിനൽ ഉണ്ട്, കുറേയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരിങ്ങനെ ഡെമോ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ പിരാനേൻ്റെത്, അതേപോലെ ഷാർക്ക്, പിന്നെ ഈ കടലിലൊക്കെ കാണുന്ന ഈ ഒച്ചു പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, സ്റ്റാർ ഫിഷ്, ഇതൊക്കെ അതിൻ്റെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. അവരതേപോലെ അത് നല്ല വൃത്തിയിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് ഈ വീഡിയോയിൽ കാണും പോലെ ഒന്നല്ല കേട്ടോ, ചെറിയ ചെറിയ സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് എടുത്തതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ളതുപോലെ തോന്നുന്നതാണ്. ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകളല്ലാതെ വരുന്നത് സ്കൂൾ കുട്ടികളാണ് കേട്ടോ. അവർക്ക് ഈ മ്യൂസിയത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതുണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നത് ടൂറിസ്റ്റുകൾ കൂടാതെ ലോക്കൽസൊക്കെ പിന്നെ ഓൾറെഡി വന്നു പോയതുകൊണ്ടായിരിക്കും. പിന്നെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന സ്കൂൾ കുട്ടികളെയാണ് കേട്ടോ. യൂണിഫോമിൽ വന്നവരുണ്ട്, പിന്നെ അല്ലാതെ ടൂറിസ്റ്റായിട്ട് അങ്ങനെ വന്നവരുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ ഈ ഒരു മുതലേൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഓരോ സെക്ഷനൊക്കെ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഈ കിളിയില്ലേ, ഇത് കിളീൻ്റെ പേരെന്താണെന്നറിയില്ല, അത് കൂട് കൂട്ടുന്നത് കേട്ടോ. കൂട് ഉണ്ടാക്കിയിട്ടില്ല, അത് ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ. ഇവിടെയാണ് മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്ന ആമയും മുതലൊക്കെ ഇല്ലേ, അതായത് 1 വയസ്സുള്ളത്, 6 മാസം പ്രായമുള്ളത്, അങ്ങനെയുള്ള ആമകളും ഉണ്ട്, അതേപോലെ മുതലകളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ കറക്റ്റ് നമുക്ക് അതിലിങ്ങനെ വയസ്സ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ക്രോക്കഡൈലാണ് കേട്ടോ. അതും വേറെ ഇനത്തിൽപ്പെട്ടതാണ്. അതിൽ 1 വയസ്സായിട്ടുള്ള ക്രോക്കഡൈലുണ്ട്, പിന്നെ 9 മാസം അങ്ങനെയൊക്കെ ഉള്ളത് അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സെക്ഷനാക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ തന്നെ ഉള്ളതാണ് ഈ ഇത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ക്രോക്കഡൈലിൻ്റെ മുട്ടയാണ് കേട്ടോ. ഇതിങ്ങനെ ഒറിജിനൽ തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരിങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇതിനി വിരിയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ നമ്മുടെ സ്നേക്ക് എഗ്ഗില്ലേ, നമ്മുടെ കടലിൽ കാണുന്ന സ്നേക്ക് ഇല്ലേ, അതിൻ്റെ മുട്ടകളും തോലുമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു 5 മിനിറ്റ് ഫ്രണ്ടിലോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു അക്വേറിയം പോലെ കാണാൻ പറ്റും. വലിയതായിട്ടൊന്നുമില്ല, പക്ഷേ ഉള്ള മീനുകളൊക്കെ ഭയങ്കര സൈസിലുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്, ആസ്വദിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം ഞാനുള്ള
വന്നത് ഒരു മ്യൂസിയത്തിലാണ്. ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി ടൈപ്പ് ഓഫ് പൂമ്പാറ്റ, തുമ്പി, പഴുതാര, പാറ്റ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏരിയ മൊത്തം അതാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം. പല വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ പോലും ഇതേവരെ കാണാത്ത പല 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 വെറൈറ്റി പൂമ്പാറ്റകളുണ്ട്, തുമ്പിയുണ്ട്, പഴുതാരയുണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഫുള്ള് ആണ് കേട്ടോ. നല്ല തണുത്ത കാറ്റിലാണുള്ളത്. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. അവരത് അങ്ങനെ വെച്ചത്. പ്രൊട്ടക്ഷനിൽ കൂടെ ആണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത്രത്തോളം വെറൈറ്റി പൂമ്പാറ്റകൾ ഇവിടെ ഈ ലോകത്തുണ്ട് എന്നുള്ളത് തന്നെ ഇത് കാണുമ്പോൾ പറയാൻ പറ്റും. കുറേ ഉണ്ട് കേട്ടോ, പല തരം, പല കളറിൽ, പല ഷേപ്പിൽ. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടപ്പം എന്താണെന്നറിയില്ല, മനസ്സിനൊക്കെ ഒരു സന്തോഷമോ എന്തൊക്കെയോ ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇവിടെ കാണാൻ. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന പൂമ്പാറ്റകൾ കൂടാതെ പലതും ഉണ്ട് കേട്ടോ അവിടെ. അതെല്ലാം ഒറിജിനൽ തന്നെയാണ്. പിന്നെ നമ്മളവിടെ തൊടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് കാണുമ്പോൾ ഇങ്ങനെ തൊടാനൊക്കെ തോന്നും. പക്ഷേ ചില്ലുകൂട്ടിലായതുകൊണ്ട് തന്നെ നമുക്കതൊന്നും തൊടാനൊന്നും പറ്റില്ല. പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂമ്പാറ്റ, തുമ്പി, പഴുതാര, പിന്നെ ഈ ഇതില്ലേ പച്ചത്തുള്ളൻ, പിന്നെ മണ്ണാച്ചൻ, എട്ടുകാലി എന്ന് പറയും, നമ്മുടെ ഈ സ്പൈഡർ ഇല്ലേ അത്. ഞങ്ങളുടെ നാട്ടിൽ എട്ടുകാലി എന്നാണ് കേട്ടോ പറയാം. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പൈഡർ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞത്, കാരണം മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. പിന്നെ പ്രാവ്, പിന്നെ പാമ്പ്, എലി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ കാണാത്ത കുറേ ഇതുണ്ട്. പിന്നെ നമ്മുടെ വണ്ടില്ലേ, വലിയ വലിയ വണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കതെല്ലാം ഞാനിങ്ങനെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് എല്ലാം കാണാൻ.
അകത്ത് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഒരുപാടുണ്ട് നമുക്ക് കാണാൻ. പിന്നെ കാണുമ്പം തന്നെ നല്ല രസമാണ്. നമ്മൾ കാണാത്ത പല കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടിരുന്നു പോവില്ലേ, അതേപോലെ ഒരുപാട് നേരം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ആ മ്യൂസിയത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഇതേപോലത്തെ കുറച്ച് നമ്മുടെ കുരങ്ങന്മാരും പിന്നെ അല്ലാതെ കുറച്ച് മീനുകളുടെ കുളങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരൊന്നും ഇല്ല കേട്ടോ. ഒരു 10-10 ഉണ്ടാവുമായിരിക്കും. നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. ഇങ്ങനെ മ്യൂസിയത്തിൽ അല്ല, നമ്മുടെ ഈ ഒരു സൂവിൽ പാർക്കിലൊക്കെ മാത്രമേ ഇത് കാണാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് മരപ്പട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഞാനിവിടെ നമ്മുടെ ഈ ഒരു പാർക്കിന് സെർച്ച് ചെയ്ത് മൊത്തം ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ അരിച്ച് പെറുക്കി നോക്കിയപ്പം ഇതിനെ നമുക്ക് എടുത്ത് കയ്യെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും മനസ്സ് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. പിന്നെ മുതലകളെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ മുതലക്കുട്ടീനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിന് എത്രയോ എക്സ്ട്രാ പൈസ കൊടുക്കാനിട്ടുണ്ട്, 500-300 അങ്ങനെ എന്തോ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് ഇതേപോലത്തെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടം അതും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു ക്രോക്കഡൈൽ പാർക്കിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മുതലിറച്ചി കഴിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നമുക്ക് മുതലേൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള ഡിഷ്, അതായത് ഫുഡ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിച്ചിട്ടില്ല, കാരണം നമുക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, കുറേ ടൂറിസ്റ്റ് വന്നവർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേറെ നോൺ വെജ് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ മെയിനായിട്ട് മുതല ഇറച്ചി ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ വളർത്തുന്ന മുതലകളെ തന്നെ അവർ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോക്കഡൈൽ പാർക്കിൻ്റെ മെയിൻ കാര്യം തന്നെ അതാണ്. നമുക്ക് മൗറീഷ്യസിൽ വേറെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഇവിടെ മുതലിറച്ചി കിട്ടും കേട്ടോ കഴിക്കാൻ. അപ്പം നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനത്തെ ചെറിയ നമ്മുടെ ഈ താറാവ്, കൊക്ക് ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ശാന്തിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ നമ്മുടെ ഈ ഒരു കാട് അങ്ങനത്തെ ഒക്കെ ഒരു പ്രദേശമാട്ടോ. അങ്ങനത്തിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാട്, മല, കുന്ന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഈ ആമകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓപ്പണാക്കി ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇവിടെയും അവിടെയൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അവരെത്രയോ ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതും വലുതും എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയോ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറുമ്പം അവർ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് കേട്ടോ കയറ്റി വിടുന്നത്. പിന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ മേലെ ഇരിക്കാനൊന്നും പാടില്ല എന്ന്. നമ്മൾ മുന്നേ നമ്മുടെ കസലിലെ സൂവിൽ പോയ സമയത്ത് നമ്മൾ അതിൻ്റെ മേലെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനത്തെ ഇതൊന്നും പറഞ്ഞതൊന്നും കേട്ടില്ല കേട്ടോ. തൊടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരിക്കരുത്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, തൊടാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡ് നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ അവർ തന്നെ ഇതേപോലത്തെ ഒരു ചെടി തരും കേട്ടോ. അത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ എത്രയോ പ്രായം ചെന്ന ഒരു 2 ആമകളുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്ന ടൂറിസ്റ്റുകാർ മെയിനായിട്ട് അതിനെങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എത്രയോ വയസ്സ് പ്രായമുള്ള ഇതൊരു ആമയാണ്. പിന്നെ അവർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ നമ്പർ പറഞ്ഞു തരുന്നുണ്ട്. ഓരോരോ ആമകളുടെ മേലും ഇവർ നമ്പർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ മൗറീഷ്യസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഈ ഇത്രയും സൈസിലുള്ള ആമ വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഓരോരോ ആമകളുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും, പിന്നെ പരമാവധി ഞാൻ എല്ലാത്തിനും ഫുഡ് കൊണ്ടുകൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുക, ചെറിയ ആമകൾക്കൊന്നും ഫുഡ് വേണ്ട. അവരെ തീറ്റിക്കാൻ നോക്കിയാലും അവർക്കത് വേണ്ടേ വേണ്ട. പക്ഷേ വലിയവരാണെങ്കിൽ അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെ നല്ല അടിപൊളിയായിരുന്നു എന്തായാലും കാണാനൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ.
ഇവിടെ ഒരുപാട് ആമകളുണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ ഈ പല പല ഇനത്തിൽപ്പെട്ടതല്ലാതെ തന്നെ പ്രായത്തിനനുസരിച്ച് ചെറുതും വലുതൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഈ ആമകളെ മുട്ട വിരിയിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ പ്രായത്തിലുള്ളവരൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടുള്ള ആമകളുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് വീഡിയോയിലേക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് ദൂരത്തായിരുന്നു ആ കൂടൊക്കെ ഉണ്ടായിരുന്നത്. ഞാനൊരു ചില്ല് കൂട്ടിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് ചെറുതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ ബ്ലാക്ക് കളറൊക്കെ ആയിട്ട്. അതൊക്കെ ഇപ്പോൾ ഈ അടുത്തിങ്ങനെ നമ്മൾ പോയ സമയത്ത് എന്നെ വിരിയിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കവിടെ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡിനെ കിട്ടും. പിന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു മ്യൂസിയത്തിലാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടകപ്പക്ഷി, എമു, പിന്നെ താറാവ്, ഇതിൻ്റെയൊക്കെ മുട്ടകളും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലുകൾ ഇങ്ങനെ മ്യൂസിയത്തിൽ നമ്മൾ എല്ലായിടത്തും കാണും പോലെ തന്നെ അതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഡോഡോ പക്ഷിയില്ലേ, ഡോഡോ പക്ഷീൻ്റെത് വംശനാശം സംഭവിച്ചു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ അതിൻ്റെ മൊത്തം എല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ പിക്ചർ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ഉള്ള എല്ല് ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ പിക്ചറായിട്ട് വെച്ചതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഈ ഒട്ടക പക്ഷീനെ മഡ്ഗാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് നമ്മുടെ മൗറീഷ്യസിലേക്ക് എഗ്ഗ് കൊടുത്തിട്ട് പിന്നെ അവരിങ്ങനെ ബ്രീഡ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒട്ടക പക്ഷീനെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതാണ് നമ്മുടെ ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഡോഡോ പക്ഷി. ഇതിൻ്റെ ബോൺസാണ് ഇത് ഇവിടെ കാണുന്നതൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ കാണുന്ന ബ്ലാക്ക് അത് ഒറിജിനൽ അല്ല കേട്ടോ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ ആ കാണുന്ന കാലൊക്കെ ഒറിജിനലാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിക്ചറാണ്. അത് അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് അതിൻ്റെ എല്ലുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ പിക്ചറാണ്. കാരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു, അവർക്ക് കിട്ടിയിട്ടില്ല അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഈ ഡോഡോ പക്ഷീൻ്റെ ഡെമോ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ആമകളുടെ തോടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിലും കുറേയൊക്കെ ഒറിജിനലുണ്ട്. ഈ കാണുന്ന തോടൊക്കെ ഒറിജിനലാണ് കേട്ടോ. അതിൻ്റെ ആ എല്ലും അതൊക്കെ ഒറിജിനലാണ്. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ അവർ വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ മുട്ട അതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഇത് മുട്ട വിരിയില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം അതങ്ങനെ വെച്ചിട്ടുള്ളതല്ലേ, എന്താണെന്നറിയില്ല കേട്ടോ, ഇനി വിരിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ കരിമ്പൻ ജ്യൂസില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ ഗ്ലാസ് കരിമ്പൻ ജ്യൂസിന് തന്നെ ഉണ്ട് 250 രൂപ കേട്ടോ. പിന്നെ അത് കുടിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ദാഹമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനിരുന്നപ്പോഴാണ് ഇവിടുത്തെ ഇഗ്വാനേനെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ചെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയ ചെറിയ മുള്ള് പോലത്തതില്ല, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ തൊടാൻ. പിന്നെ കൂടുതലായിട്ട് അടുപ്പിച്ചിട്ടില്ല, കാരണം നമുക്കറിയില്ലല്ലോ വല്ല കടിയോ മാന്തോ കിട്ടിയോ പണിയും പാളില്ലേ എന്ന് വെച്ചിട്ട് പിന്നെ കൂടുതലായിട്ടൊന്നും നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഫാമിലേക്കാണ് കേട്ടോ. ഇവിടെ കുറേ ആടുകളുണ്ട്, പിന്നെ പലതരത്തിലുള്ള ആടുകളുണ്ട്, കോഴികൾ, പിന്നെ പന്നി, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, മയിൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ ഫീഡ് ചെയ്യായിരുന്നു കേട്ടോ ആടുകളിന്. അപ്പം അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ ചെറിയ ചെറിയ ആടും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കുറച്ച് നേരം ഫീഡൊക്കെ ചെയ്ത്, ഫീഡ് ചെയ്യാൻ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെമ്മരി ആടിന് കൊടുക്കും, ചെമ്മരി ആട് കൊടുക്ക് കൊടുക്ക്. അടയിരുന്നോ അടയിരുന്നോ അടയിരുന്നോ. ഇതിൻ്റെ അകത്ത് കുറേ പന്നിക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ, ചെറിയ വാവകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്ന് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ 2 കുഞ്ഞു വാവയുണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആടിന് ഫുഡ് കൊടുക്കാൻ വലിയ ധൈര്യമൊന്നുമില്ല, ചെറിയ മക്കളൊക്കെയാണ് പിന്നെയും പോട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം 2-3 വട്ടമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയി, ധൈര്യമൊക്കെ വന്നു. പിന്നെ കുറേ നേരം ഫുഡൊക്കെ കൊടുത്തു കേട്ടോ, ഞാനും കൊടുത്തു, പിന്നെ ഏട്ടനും കുറേ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഈ ആടും കുട്ടീനെ പുറത്തൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെടുത്ത് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ട്, ചെറിയൊരു വാവ ഫുഡ് കൊടുക്കുന്നായിരുന്നു കേട്ടോ ആടിന്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ ഉള്ളതാണ് കുറച്ച് ഈ മുയലും കുട്ടികളുണ്ട്, പിന്നെ മയിൽ, പിന്നെ പല വെറൈറ്റി കോഴികൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതൊരു ഫാമാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല.
ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാം, എൻജോയ് ചെയ്യാം. അതായിരുന്നു മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ഒരു വട്ടെങ്കിലും വന്ന് കണ്ടോളൂ കേട്ടോ. ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും വന്ന് കണ്ടോളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത്രയും എന്താ ഇതൊക്കെ കാണാൻ എന്തിരിക്കുന്നു, നാട്ടിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നതല്ലേ? അങ്ങനെയല്ല, നമ്മൾ എല്ലാ നാട്ടിലും വരുമ്പം എല്ലാം കണ്ട് ആസ്വദിക്കുക. നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിൽ കൂടി ഇവിടെ വരുമ്പോൾ നമുക്കതൊരു വേറൊരു ഫീലല്ലേ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആടുംകുട്ടീനെ അടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നു. ഇത് അതിൻ്റെ ആ ഇടയിൽ കൂടെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ. ചില സമയത്ത് ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ആക്ടിവിറ്റി ഇത് മാത്രമാണ് കേട്ടോ. ഇതും ചെറിയ മക്കൾക്ക് മാത്രമുള്ളതാണ്, വലിയവർക്കില്ല. ചെറിയ കുട്ടികൾക്ക് 1-2 പേർക്ക് പോകാൻ അങ്ങനെയുള്ള എന്തോ ഒരു സംവിധാനം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.